മാറിയത് ഓർത്തില്ല. തങ്കപ്പാ, ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണമെന്നല്ലേ? സംസാരിച്ചെടുക്കാൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ, അങ്ങോട്ട് കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കണെങ്കിൽ വല്ല ഊട്ടിയിലും വല്ലയിടത്തും പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ലും മുറുകെ തിന്ന. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ എല്ലാം തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറടാ. ആ, അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോണ്ടിരിക്കണ്ട ഇവിടെ. കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? എടാ ദാസാ, എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ? എടാ, നീ വെള്ളം നിറച്ചില്ലേ? അവന്റെ ഇവിടെ വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറണ. ഞാൻ നിയമിച്ച വേലക്കാരന്റെ പരിക്ക് ഇവിടെ വേറെ ഒരുത്തി മരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷം അല്ലടി നിന്റെ ഭർത്താവായത്. ഓ, എടാ തങ്കപ്പ, നിന്നോടാ പറഞ്ഞത്. എടാ നോക്കി നിൽക്കാതെ കീറണ. എനിക്കൊരു ഉണ്ടാവില്ല. കയ്യും കഴുകി വെച്ച് വീഴാനങ്ങ് വന്നേക്കട്ടെ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കീറിക്കോ കീറിക്കോ. ആരാ സാറിവിടെ? സാറിവിടെ? ആരാടോ താൻ? ഞാൻ ആരാ? അവന് ഇവിടുത്തെ പുതിയ വേലക്കാരനാ, തങ്കപ്പൻ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് വേരണ്ടു പോയി. ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. നീ നിലം തുടക്കി തങ്കപ്പാ. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ. വല്ലതും കട്ടോണ്ട് പോയാലോ? എങ്കിലും അവന്റെ അധോഗതിയായിരിക്കും. നീ കക്കൂടാ. എവിടുന്ന ഈ വഴിക്ക്? മോനെ ഡേ കെയറിൽ നിന്ന് കൊണ്ടുവരാൻ പോയതാ. അന്ന് ശോഭയുടെ വീട്ടിൽ വരാൻ തോന്നിയത് എന്റെ ഭാഗ്യം. ദിവസങ്ങളോളം ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഭീകരനെ അന്ന് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ ഞാൻ കൊണ്ടൊന്ന് കാപ്പി കുടിക്കാതെ പോയത്. അതിനെന്താ, കാപ്പിയേക്കാൾ വലുതല്ലേ കേസ് അന്വേഷണം? തിരക്കില്ലെങ്കിൽ ഇന്ന് അവിടം വരെ ഒന്ന് വരണം. അമ്മ 1-2 തവണ അന്വേഷിച്ചു. തിരക്കാണ് എങ്കിലും വരാം. പിന്നെ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. ഇരിക്കു കേട്ടോ, ഓടിക്കളയരുത്. ഇപ്പൊ വരാം. CID നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓരോരോ ആവശ്യങ്ങൾക്കായി അങ്ങും ഇങ്ങും അലയുകയായിരുന്നു. അലേണ്ടി വരും. കേതുവല്ലേ? അല്ല, രാമദാസൻ. അതല്ല എന്റെ CID. ഇപ്പൊ കേതുർദേശല്ലേന്ന്. അതറിയില്ല. കഷ്ടം. പിന്നെ എങ്ങനെയാ ഫലം അറിയാ? ഫലത്തില് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതിവിധി ചെയ്യണ്ടേ? ആയില്യക്കാരനിപ്പോ കേതുവായിരിക്കും. മോശം കാല, അലച്ചില് കൂടും. ജാതകം ഒന്നും നോക്കിക്കാറില്ല അല്ലേ? ഇല്ല. ഞാനൊരു 100 വട്ടം എന്റെ മോന്റെ ജാതകം നോക്കിച്ചിട്ടുണ്ടാവും. ഒരു കണിയാനും പറഞ്ഞില്ല 32ാമത്തെ വയസ്സ് ഇങ്ങനെ ഒരു ചതി നടക്കുന്നു. പക്ഷെ ഇത് ചിലപ്പോ പറയാൻ പറ്റില്ലായിരിക്കും ഇല്ലേ? വെറുതെ അങ്ങ് മരിച്ചതല്ലോ, എന്റെ മോനെ കൊന്നതല്ലേ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? മോനോടൊരു കാര്യം പറയണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ. എന്ത് കാര്യം? മോൻ വിചാരിച്ചാൽ നടക്കും. CID ആണല്ലോ. സൂര്യ വെളിച്ചം പോലെ കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക പെട്ടെന്ന് അങ്ങ് അണഞ്ഞുപോയി. ഇപ്പതാ നാഥനില്ലാത്ത കുടുംബവും ആയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞില്ല. എന്റെ മോനെ കൊന്നതാരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചു തരണം. വേറൊന്നിനുമല്ല, എന്തിനാ ഈ മഹാഭാവം ചെയ്തതെന്ന് ചോദിക്കാൻ. അല്ലാതെ എന്താ അമ്മേ?
ഞാൻ വെറുമൊരു അപരിചിതനാണ്. എങ്കിലും അമ്മയോട് ദേഷ്യം തോന്നരുത്. രാജേട്ടൻ പോയ പിന്നെ അമ്മ ഇതുവരെ നോർമൽ ആയിട്ടില്ല. ഞാൻ അതല്ല ചോദിച്ചത്. മനസ്സിലായി. രാജേട്ടനെ ആരെങ്കിലും കൊന്നതാണോന്നല്ലേ? അതെ, അങ്ങനെ പറഞ്ഞു. ശരിയാണ്. ഇൻസ്പെക്ടറായിരുന്നു. ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കഞ്ചാവ് കടത്തുന്നവരുടെ ലോറി തടയാൻ ശ്രമിച്ചതാണത്രേ. ആരാണത് ചെയ്തതെന്ന് തെളിഞ്ഞില്ലേ? തെളിഞ്ഞാലും ഇല്ലെങ്കിലും രാജേട്ടനെ തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കേസിന്റെ പുറകെ പോയില്ല. പോയിരുന്നേല് അമ്മയും വിജിമോനും പട്ടിണി കിടന്നേനെ. അല്ല, ഈ മർഡർ കേസ് ആവുമ്പോ ആർക്കാണ് താല്പര്യം? സർക്കാരിനോ അതോ വക്കീലന്മാർക്കോ? കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത്, ആനുകൂല്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ. വിധവയുടെ അവകാശമെന്ന നിലയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ ആരൊക്കെയോ ശ്രമിച്ചു. പക്ഷേ രാജേട്ടന് 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസത്തെ കുറവുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ അത് നിഷേധിച്ചു. അതൊന്നും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ ചെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാവലിരിക്കണമായിരുന്നു. ഇപ്പോ അഭിമാനമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സമാധാനിക്കാം. എത്ര കഷ്ടപ്പെട്ടാലും എന്റെ മോനെ ഒരു നല്ല നിലയിലാക്കണമെന്ന് പ്രാർത്ഥന എനിക്കുള്ളൂ. ശോഭയുടെ അച്ഛനും അമ്മയൊക്കെ അവരെന്നെ നേരത്തെ എഴുതി തള്ളിയതാണ്. സ്പോർട്സ്മാനായ രാജേട്ടനെ സ്നേഹിച്ചതിന്, വിവാഹം കഴിച്ചതിന്. ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് പറയാൻ വിട്ടു. ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരാളാണ് ശോഭയെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. മറന്നേ പറ്റൂ. അമ്മയുടെ വിശ്വാസം വിജിമോന്റെ ജാതകദോഷം കൊണ്ടാണ് രാജേട്ടൻ മരിച്ചതെന്നാണ്. സത്യത്തിൽ അമ്മയെ ഭയന്നിട്ടാ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മോനെ ഡേ കെയറിലാക്കുന്നത്. അല്ലാതെ കാശുണ്ടായിട്ടൊന്നുമല്ല. ശോഭയ്ക്ക് വിരോധമില്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം. എന്ത് ജോലി? ഗവൺമെന്റ് സർവീസിൽ തന്നെ. കിട്ടില്ല. അങ്ങനെ പറയരുത്. ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം. പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആരാത്? തങ്കപ്പൻ ചേട്ടനോ? നീ വരെ ഉറങ്ങിയില്ലേ? അയ്യോ, ഇതെന്താ ശബ്ദം ഏതാണ്ട് പോലെ ഇരിക്കുന്നല്ലോ. ജലദോഷം ജലദോഷം. ഇപ്പൊ ശരിയായി. ചേട്ടൻ എങ്ങോട്ട് പോവാ? അറിഞ്ഞിട്ടെന്തിനാ നേരെ ഇത്രയായിട്ട് ഉറങ്ങാത്തത്? വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ലേ ചേട്ടാ? അപ്പൊ വീട്ടുകാർ ഓർക്കണ്ട, കിടന്നോ. ഞാൻ വീടി വാങ്ങാൻ പോവാ. എന്നിട്ട് ഉടനെ വരുവോ? ഞാൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യും. വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ കുരിശേ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എടാ, നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ക്ലോറോഫോം മൂക്കി കയറ്റൂ. അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഈശ്വര. ബോധം തെളിയുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നെങ്കിൽ ആ തടിയൻ എന്റെ കാറ്റ് കളഞ്ഞേനെ. എങ്കിലയാളെ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയേനെ. ദാസ, ഒരു കൈപ്പഴ പറ്റി ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം കോരി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കേസിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ? നീ കുറച്ചുകൂടെ ക്ലോറോഫോം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതാ. എന്തായാലും ഇന്നവന്റെ ചോര ഞാൻ എടുക്കും. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ? പ്രഭാകരൻ തമ്പിയുമായി നമുക്ക് മുൻ പരിചയമുള്ളത് കൊണ്ട് എനിക്കും അവിടെ വരാം. അവിടെ നിന്നുകൊണ്ട് തടിയന്റെ എല്ലാ നീക്കങ്ങളും നമുക്ക് വാച്ച് ചെയ്യാം. ഇനി അങ്ങോട്ട് CID കളുടെ താവളം ആ വീടായിരിക്കും.
അനന്തൻ നമ്പ്യാർ, നിങ്ങൾ? ഞാൻ ജയിലിൽ ചാടി. $15 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചു. കവറത്തി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ബോട്ടിൽ നിന്ന് കസ്റ്റംസ് ഓഫീസർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം 15 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ പിടികൂടി. കള്ളക്കടത്ത് സംഘത്തിലെ 3 പേരെ അറസ്റ്റ് ചെയ്തു. 2 പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. കഷ്ടം, ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. മയക്കുമരുന്ന് കള്ളക്കടത്ത് രാജാവ് അനന്തൻ നമ്പ്യാർ ജയിൽ ചാടി. മദിരാശി ആസ്ഥാനമാക്കി കള്ളക്കടത്തും കൊലപാതകങ്ങളും നടത്തി കുപ്രസിദ്ധി ആർജിച്ച അനന്തൻ നമ്പ്യാർ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിൽ ചാടി കടന്നു കളഞ്ഞു. തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും അനന്തൻ നമ്പ്യാരെ വീഴ്ത്താനുള്ള വല വീശിക്കഴിഞ്ഞുവെന്ന് പോലീസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തോ, അനന്തൻ നമ്പ്യാരെ, അയ്യാ, എന്നെ തല്ലല്ലേ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് നോക്കി, ഇത് ഞാനാ, പ്രഭാകരൻ നമ്പി. ഞാനങ്ങ് ഭയന്നു പോയില്ലോടോ. ഇങ്ങനെ ഭയന്ന് അതാ അകത്തായത്. ഡോ, കള്ളക്കടത്തും കൊലപാതകമൊക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. 2 മലയാളി സേടികളാ മദ്രാസി കള്ളക്കടത്ത് രാജാവായിരുന്ന എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. അവന്മാരെ തട്ടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ ആ ഭയങ്കരന്മാരുടെ അടുത്ത് എന്റെ അടവൊന്നും ഫലിച്ചില്ല. ആ പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള്? തന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്ത? കള്ളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനെയുണ്ട്? ആ, അങ്ങനെ നടന്നു പോകുന്നു. എന്നാലും ഞാൻ ജയിലില്ല എന്നറിഞ്ഞിട്ട് തനിക്കൊന്നും കാണാൻ തോന്നിയില്ലല്ലോ. അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു. അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ താൻ അകത്തായ വിവരം ഞാൻ അറിയുന്നത്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. ഓ മൈ ഗോഡ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല അനന്താ. എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവുമില്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ. എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല. എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടൽ വെച്ച് മാർവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാൻ കുറച്ച് രൂപ വേണമെങ്കിൽ തരാം. രൂപയല്ല എനിക്കിപ്പോൾ ആവശ്യം, ഒളിച്ചിരിക്കാൻ ഇടവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്താ. എന്നാ ഞാൻ ചെന്ന് പോലീസിന് പിടി കൊടുക്കട്ടെ? അതാണ് നല്ലത്. ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. ഈ വീട്ടിൽ എന്തായാലും തന്നെ നിർത്താനൊക്കത്തില്ല. താൻ ഒരു കാര്യം ചെയ്യും, എന്റെ കൊപ്രാക്കളത്തിൽ പോയി നിൽക്കും. പക്ഷേ താൻ അടിമുടി ഒന്ന് മാറണം. എന്ന് വെച്ചാ വേഷം മാറണം. തലയിൽ ഒരു വിഗ് വെക്കണം, ഒരു താടി വേണം. പിന്നെ പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കും പോലുള്ള തന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റണം. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ.
മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. ആഹാ, എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. ഓ, ആരാത്? ആരാണെന്ന് തന്നോടാ ചോദിച്ചത്. എങ്ങനെ താൻ അകത്ത് കയറി? ഞാൻ ഏ? പിന്നെ പ്രഭാകരന്റെ എന്റെ സ്നേഹിതനാ. അമ്മ, എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി. ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ? ആ, നിന്റെ കൂടെ കോണിപ്പടി കയറി പോയത് ഇയാളായിരുന്നു. അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഉണ്ടായിരുന്നമ്മേ. ഓ, ഇയാളിട്ടിരിക്കുന്ന നിന്റെ കുപ്പായല്ലേ? അത് പിന്നെ ഞാൻ ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? നമ്പ്യ, ഇബ്രാഹിം കുട്ടി സൈക്കിൾ റെഡി. എടാ തങ്കപ്പ, നീ എങ്ങോട്ടാ? ഇബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. ഒപ്പക്കളത്തിലേക്കല്ലേ? ആ, കൊപ്ര. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. തങ്കപ്പ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. തൊഴുത്തിൽ ചാണം വാരാനുണ്ട്. ഒത്തിരി ദൂരം പോണോ? അടുത്താ. ഒപ്പറക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല. ആ, അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. സൈക്കിളിൽ വിട്ടേ മതി. അല്ല, പറഞ്ഞതേ ഉള്ളൂ. ആ, ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടാ? കായംകുളത്താ. ആ, പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. ആ, എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിളെ വിട്ടോ. ചേട്ടൻ ഇറങ്ങിക്കോ. ഇവിടെയാണോ? അതെ. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ. ഇല്ല. ഏയ് ഇല്ല.